രമേശ് പിഷാരടി എന്ന് പറഞ്ഞ അദ്ദേഹത്തെ എനിക്ക് എൻ്റെ കൊളീഗായിട്ട് അറിയാം. അദ്ദേഹം ഇപ്പോൾ MLA ആണ്. അദ്ദേഹത്തിനോടുള്ള റെസ്പെക്റ്റിൻ്റെ പുറത്താണ് ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചത്. അദ്ദേഹം എന്നെ ഒരുപാട് തവണ വിളിച്ച് സംസാരിച്ചു. അവസാനം ഞാൻ വിചാരിച്ചു ഇത്രയും തവണ വിളിച്ച് സംസാരിക്കുന്ന ആളല്ലേ, അദ്ദേഹത്തിന് ഞാൻ കൊടുക്കേണ്ട റെസ്പെക്റ്റ് കാരണമാണ് ഞാൻ പറഞ്ഞത് ശരി ഏട്ടാ സംസാരിക്കാമെന്ന്. അങ്ങനെയാണ് രമേശ് ഏട്ടൻ സംസാരിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അൻസിബ മാപ്പ് എഴുതി കൊടുക്കണം. അശ്ലീല വാക്കുകൾ ബാബുരാജ്, ഇടവേള ബാബു, സിദ്ദിഖയും മറ്റേ സുരേഷ് കൃഷ്ണയും മറ്റേ സാദിക്ക, പിന്നെ ഞാൻ പറഞ്ഞുതരാം അപ്പാ ഹാജ, പിന്നെ മജീദ് ക, പിന്നെ ആരാണ് മാല പാർവതി, മായ വിശ്വനാഥ്, എല്ലാരും പറയണ കാര്യങ്ങളെല്ലാം അത്ര ക്ലിയർ ആയ ഓഡിയോ. അതിന്റെ ഓഡിയോ ക്വാളിറ്റിയുടെ വ്യത്യാസം, എന്റെ ഫോൺ ടോണും ബാക്കി ലൈവ് ടോണും കേട്ടാൽ എവിടുന്ന ലീക്കായെന്നൊക്കെ അല്ലെങ്കിൽ റിലീസായെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. എനിക്ക് വ്യക്തിപരമായി എൻ്റെ വ്യക്തിപരമല്ല ഈ പ്രശ്നമെന്ന് പറഞ്ഞെങ്കിലും വ്യക്തിപരമായി എനിക്ക് വലിയ സൗഹൃദം ഉണ്ടായിരുന്ന, ഞാനുമായിട്ട് കോണ്ടാക്ട് ഉണ്ടായിരുന്ന ഇനി ഉണ്ടാവുമായിരിക്കും കാണുന്ന UDFന്റെ പാലക്കാട്ടെ MLA രമേശ് പിഷാരടിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് സംസാരിക്കുന്നത്. നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം ഞെട്ടിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്നത്, നിങ്ങൾക്ക് വെച്ച് തരാൻ പോകുന്നത്. ഓഡിയോ അടക്കം നിങ്ങൾ കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം, ഞാൻ ഈ പറയുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അതുപോലെ ഞാൻ ഈ പറയുന്നതിനോട് യോജിക്കുന്നുണ്ടെങ്കിൽ വേറൊന്നുമല്ല, രമേശ് പിഷാരടിയെ പാലക്കാട്ടുകാർ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ചു വിട്ടത് പാലക്കാട്ടുകാർക്ക് വേണ്ടിയിട്ട്, സാധാരണക്കാരായിട്ട് ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനാണ്, അവരെ പ്രശ്നം പരിഹരിക്കാനാണ്. അല്ലാതെ AMMLA പ്രശ്നം പോയി പരിഹരിച്ച് നാറി അവസാനം നമുക്കറിയാലോ ഇതൊക്കെ ഒരു ഗൂഢാലോചനയാണ്, രാഷ്ട്രീയപരമായിട്ട് നടക്കുന്ന കളിയാണ്. രാഹുലിനെ പുറത്താക്കിയത് നമുക്ക് ഓരോ ആളുകൾക്കും അറിയാം. രാഹുലിനെ ചതിച്ച് പുറത്താക്കിയത്, പാലക്കാട്ട് MLA ആയിട്ടിരുന്ന രാഹുലിനെ പുറത്താക്കിയത് നമുക്കറിയാലോ. അതുപോലെ രാഷ്ട്രീയപരമായിട്ട് രമേശ് പിഷാരടിയെ പുറത്തു ചാടിക്കാനുള്ള പരിപാടിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, രമേശ് പിഷാരടി പാലക്കാട്ടുകാർക്ക് വേണ്ടിയിട്ട് പ്രശ്നം പരിഹരിക്കണമെന്ന് അഭിപ്രായമുള്ളവർ, അല്ലാതെ സിനിമയിലല്ല, AMMA എന്നുള്ള സംഘടനയല്ലല്ലോ പോയി പ്രശ്നം പരിഹരിക്കേണ്ടത് എന്ന അഭിപ്രായമുള്ള ആളുകളൊക്കെ വീഡിയോ ലൈക്ക് ചെയ്യണം. എത്ര ആളുകൾ അതിനോട് യോജിക്കുന്നുണ്ടെന്ന് അറിയാനാണ്. കാരണം ജനങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതുപോലെ നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ചെയ്ത്, ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉറപ്പായിട്ട് ഫോളോ ചെയ്ത് വെക്കണം. രമേശ് പിഷാരടി, ആഭ്യന്തരമന്ത്രിയുടെ പേര് വന്നു. രമേശ് പിഷാരടി നിങ്ങളോട് കുറച്ച് സ്നേഹവും ബഹുമാനമൊക്കെ ഉണ്ടോണ്ട് പറയുവാണ്. വീണ്ടും ലാസ്റ്റ് അത് കളയരുത്. കുറച്ചെങ്കിലും നാണോ മാനോ ഉളുപ്പും ഉണ്ടെങ്കിൽ ഈ MMAയിൽ പോയി കിടന്നിട്ട് അവിടുത്തെ പ്രശ്നം പരിഹരിക്കാതെ സാധാരണക്കാരായിട്ടുള്ള പാലക്കാട്ടിലെ കുറേ ജനങ്ങളുണ്ട്. ഈ പറഞ്ഞ പോലെ സാധാരണക്കാരെ പട്ടിണി കിടക്കുന്ന കുറേ, വീടില്ലാത്ത കുറേ ആളുകൾ. രാഹുൽ മാങ്കൂട്ടം അവിടെ സ്മൈൽ പദ്ധതിയുടെ ഭാഗമായിട്ട് ഒരുപാട് ആളുകൾക്ക് വീട് വെച്ച് കൊടുത്തു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അവിടെ പരിഹരിക്കാൻ കിടക്കുമ്പോൾ ഈ MMAയിൽ പോയി കിടന്നിട്ട് രാഷ്ട്രീയപരമായിട്ട് അവിടെ കളി നടക്കുന്നുണ്ട് നിങ്ങളെ പുറത്താക്കാൻ. അല്ലെങ്കിൽ എന്തിന് നിങ്ങളുടെ വോയിസ് പുറത്തു വിട്ടു? ഇത് അവസാനം എത്തി നിൽക്കുന്ന നിങ്ങളിലാണ്. അത് നിങ്ങൾ ചിന്തിക്കുക. അതാണ് പറഞ്ഞത്, ഇത് രാഷ്ട്രീയപരമായിട്ടുള്ള കളിയുണ്ട്. ഷേരയും ഇവരൊക്കെ ഇതിനകത്ത് പൈസ മേടിച്ചിട്ട് ഈ പറഞ്ഞിട്ടുള്ള AMMAയിൽ അംഗത്വമുള്ള കുറേ ആളുകൾ BJPക്ക് വേണ്ടിയിട്ട്, NDAക്ക് വേണ്ടിയിട്ട് ചക്കാ ചിഹ്നത്തിൽ മത്സരിക്കാൻ ഇറങ്ങി തൂറിത്തോറ്റത്, 8 നിലയിൽ പൊട്ടിയത് നമ്മൾ കണ്ടതാണ്. മനസ്സിലായോ? അപ്പം ഇവർക്കൊക്കെ രമേശ് പിഷാരടിയോട് ഇതിനകത്ത് AMMAയിൽ രാഷ്ട്രീയമുണ്ട്, ഇല്ലെന്നല്ല, രാഷ്ട്രീയമുണ്ട്, കട്ട രാഷ്ട്രീയമുണ്ട്. അപ്പം കോൺഗ്രസിൻ്റെ MLA ആയിട്ടുള്ള, UDFന്റെ MLA ആയിട്ടുള്ള, പാലക്കാട്ടിലെ MLA ആയിട്ടുള്ള രമേശ് പിഷാരടിയെ എങ്ങനെയെങ്കിലും തോപ്പിക്കണം. നിങ്ങളൊന്ന് ആലോചിക്കുക, സിനിമാ മേഖലയിൽ നിന്ന് ഒരാൾ മാത്രമേ ജയിച്ചിട്ടുള്ളൂ, രമേശ് പിഷാരടി മാത്രം. വേറെ എല്ലാവരും NDAക്ക് വേണ്ടിയിട്ട് മത്സരിച്ച് തോറ്റ ആളുകളാണ്. അതുകൊണ്ട് നിങ്ങൾ അരിയാഹാരം കഴിക്കുന്ന പാലക്കാട്ടുകാർ നിയമസഭയിൽ നിങ്ങളെ ഈ നിയമസഭയിൽ നിങ്ങൾ സംസാരിക്കുന്നത് പ്രതിപക്ഷം പോലും കൈയടിക്കുന്ന രീതിയിലാണ് നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടുന്നത്. നിങ്ങൾ പറഞ്ഞല്ലോ പാലക്കാട്ടുകാർ അരിയാഹാരം കഴിക്കുന്ന ആളുകളാണെന്ന് കാണിച്ചു കൊടുത്തുന്നത്. അവരെ കൊണ്ട് നിങ്ങൾ തിരുത്തി പറയിപ്പിക്കില്ല, എനിക്കതേ പറയാനുള്ളൂ. ഇത് എന്തായാലും ഞാൻ ഇവിടെ ഒരു വീഡിയോ വെച്ച് തരാം. രമേശ് പിഷാരടിയുമായിട്ട് ബന്ധപ്പെട്ട് അൻസിബയുടെ കേസിൽ ഒരു പെൺകുട്ടി വന്നിട്ട് പരാതി പറയുവാണ്, എന്നെ വർഗീയവാദിയാക്കി ചിത്രീകരിക്കാൻ ശ്രമിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് ആ പെൺകുട്ടിയുടെ കൂടെ നിൽക്കാനാണ് ശ്രമിക്കേണ്ടത്. നിങ്ങൾ എന്താണ് പറഞ്ഞത്? അൻസിബയുടെ പ്രസ് മീറ്റിനകത്ത് ഇന്ന് ഞാൻ കണ്ടൊരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അൻസിബ പറയുന്നത് രമേശ് പിഷാരടി വിളിച്ച് സംസാരിച്ചു, എഴുതി ഒപ്പിട്ട് മാപ്പ് പറയുന്നതായിട്ട് എഴുതി ഒപ്പിട്ടും കൊടുത്ത് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ. നിങ്ങളൊരു MLA ആണ് ഭായി, നിങ്ങൾ എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത്? നാളെ പാലക്കാട്ടിൽ ഇങ്ങനെ ഒരു അവസ്ഥ, ഒരു സാധാരണക്കാർക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ നിങ്ങൾ ഇതുപോലെ ആയിരിക്കും പ്രശ്നം പരിഹരിക്കേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത്, AMMAയിൽ പോയി കിടന്ന് നിങ്ങൾ അവിടെ പോയി കിടന്ന് ഈ അളിഞ്ഞ
ഒരാൾക്കും ഒരു സാധാരണക്കാർക്കും ജനങ്ങൾക്കും ഒരു ഉപകാരമില്ലാത്ത ഈ ഒരു സംഘടനയിൽ പോയി കടന്നിട്ട് അളിയാതെ നിങ്ങളുടെ പാലക്കാട്ടുകാർക്ക് വേണ്ടിയിട്ട് അവരുടെ കാര്യം നിങ്ങൾ നോക്ക്. പാലക്കാട്ട് നിങ്ങൾ പറഞ്ഞല്ലോ 5 വർഷത്തേക്ക് സിനിമാ മേഖലയിലോട്ടോ തിരിഞ്ഞു പോലും നോക്കത്തില്ല. ഇത് വാക്കാന്ന് പറഞ്ഞിട്ടാണ് ജനങ്ങൾ നിങ്ങൾക്ക് വോട്ട് തന്നത്. ഓരോ സാധാരണക്കാരും നിങ്ങളെ ഭൂരിപക്ഷത്തോടുകൂടി ജയിപ്പിച്ചത്. നിങ്ങൾ അവർക്ക് കൊടുത്ത വാക്ക് അതിൽ നീതി പാലിക്കുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് മാത്രമാണ്. മനസ്സിലായോ? അല്ലാതെ 5 വർഷം കഴിഞ്ഞിട്ട് ഞാൻ MLA ആയി, എനിക്ക് തൃപ്തിയായി എന്ന് പറഞ്ഞിട്ട് പൊടി തട്ടി പോകാനല്ല. സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ശബ്ദം ഉയർത്താൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ AMMA എന്ന് പറഞ്ഞൊരു സംഘടന അവിടെ നടക്കുന്ന സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ഒരു ഉപകാരമില്ലാത്തൊരു സംഘടനയാണ്. ആ സംഘടനയിൽ പോയി കിടന്നിട്ട് നിങ്ങളെ വിലയും അതുപോലെ കോൺഗ്രസിൻ്റെ വിലയും നിങ്ങളെ ജയിപ്പിച്ച ആളുകളെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ച ആളുകൾ, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ് ഇലക്ഷൻ്റെ സമയത്ത്. ആ ഒരു സ്നേഹം ഇല്ലാതാക്കാതിരിക്കുക. എനിക്കതേ പറയാനുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഇതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്തായാലും ഞാനിവിടെ രമേശ് പിഷാരടിയുമായിട്ട് ബന്ധപ്പെട്ട അൻസിബയുടെ ഒരു പ്രസ് മീറ്റിനകത്ത് അൻസിബ പറയുന്നൊരു കാര്യം നിങ്ങളൊന്ന് കണ്ടുപോകെ. ഞാൻ കേസായിട്ട് തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനം. രമേശ് പിഷാരടി എന്ന് പറഞ്ഞ അദ്ദേഹത്തെ എനിക്ക് എൻ്റെ കൊളീഗായിട്ട് അറിയാം. അദ്ദേഹം ഇപ്പോൾ MLA ആണ്. അദ്ദേഹത്തിനോടുള്ള റെസ്പെക്റ്റിൻ്റെ പുറത്താണ് ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചത്. അദ്ദേഹം എന്നെ ഒരുപാട് തവണ വിളിച്ച് സംസാരിച്ചു. അവസാനം ഞാൻ വിചാരിച്ചു, ഇത്രയും തവണ വിളിച്ച് സംസാരിക്കുന്ന ആളല്ലേ, അദ്ദേഹത്തിന് ഞാൻ കൊടുക്കേണ്ട റെസ്പെക്റ്റ് കാരണമാണ് ഞാൻ പറഞ്ഞത് ശരി ചേട്ടാ സംസാരിക്കാമെന്ന്. അങ്ങനെയാണ് രമേശ് ചേട്ടൻ സംസാരിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അൻസിബ മാപ്പ് എഴുതി കൊടുക്കണം. ഇത് എവിടുത്തെ ന്യായമാണ്? അപ്പം ഞാൻ പറഞ്ഞു ശരി ചേട്ടാ, ഇനി ഇതിനെപ്പറ്റി സംസാരിക്കേണ്ടെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കൂ, പരാതിക്കാരി മാപ്പ് എഴുതി കൊടുക്കണത്ര, ഇനി പരാതി പറയൂല എന്ന്. ഇത് വെള്ളരിക്കാ പട്ടണോ? അതിനെപ്പറ്റി എനിക്കറിയില്ല. അത് ഞാൻ ആ ഓഡിയോ കേട്ടപ്പോഴാണ്. പക്ഷെ ഒരു കാര്യം ആലോചിച്ച് നോക്കൂ, വളരെ പേഴ്സണലായിട്ട് സംസാരിക്കുന്ന ഒരു ഓഡിയോ ലീക്ക് ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ ഇന്ത്യയിലെ IT ആക്ട് പ്രകാരം അത് തെറ്റാണ്. മാത്രമല്ല പൊളിറ്റിക്കൽ അജണ്ടയാണ്. അത് പൊളിറ്റിക്കൽ അജണ്ടയാണ്. ആ രമേശ് പിഷാരടിയെ പോലെ MLA ആയിട്ട് ഞങ്ങളുടെ സംഘടനയിൽ നിന്നും ഞങ്ങൾ അഭിമാനത്തോടെ കാണുന്ന ഒരു വ്യക്തിയെ എത്ര ഗംഭീരമായിട്ടാണ് അദ്ദേഹം പാലക്കാട് നിന്ന് വിജയിച്ചു വന്നത്. അദ്ദേഹത്തിനെ തകർക്കാനുള്ളൊരു പൊളിറ്റിക്കൽ അജണ്ടയാണ് അദ്ദേഹത്തിൻ്റെ ഓഡിയോ ക്ലിപ്പ് ലീക്ക് ചെയ്തത്. അതിനകത്തെ മോശം പരാമർശങ്ങളെല്ലാം അവർ നടത്തിയത് മാറ്റിക്കൊണ്ട് അതിനകത്ത് ദുബായി കൊണ്ടുപോയ വ്യക്തിയുടെ പേര് മ്യൂട്ട് ചെയ്തുകൊണ്ട് ഇദ്ദേഹത്തിനെ മാത്രം അപമാനിക്കാനായിട്ട് നടത്തിയതാണ്. അതിനെ ഞങ്ങൾ അങ്ങേയറ്റം ഞങ്ങളെല്ലാവരും അത് തെറ്റാണ് എന്ന് ഇവിടെ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അദ്ദേഹം സംഘടനയിലെ അംഗമാണ്. അദ്ദേഹത്തിന് ഈ വിഷയങ്ങൾ അറിയിക്കുക അല്ലെങ്കിൽ അദ്ദേഹം ഇടപെടൽ നടത്തുകയും ചെയ്തു. ഇല്ല, മാധ്യമങ്ങളിലൂടെ കണ്ടിരുന്നു അമ്മയെ തകർക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല, ഞങ്ങൾ ഇടപെടാമെന്ന്. മറ്റു കാര്യങ്ങൾ അറിയില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും സംശയമുണ്ട്, അത് പറയല്ലേ ഞങ്ങൾ. പക്ഷെ ഇത് അവരിങ്ങോട്ട് നടത്തിയാണോ ഇവരങ്ങോട്ട് പോയി ഡീല് വെക്കുന്നത് നമുക്കറിയാം, അന്വേഷിക്കണം, നമുക്കറിയില്ല. അതാ പറഞ്ഞ ഒരു തരത്തിലും അവരുടെ രാഷ്ട്രീയം അമ്മയിലും നടത്തിയിട്ടില്ല. ഇവർ മാത്രമാണല്ലോ ഇപ്പൊ ഇതൊക്കെ പറയുന്നത്. അവരാരും ഇപ്പൊ ലക്ഷ്മി പ്രിയ തന്നെ പറഞ്ഞു, സിദ്ദിഖിന്റെ രാഷ്ട്രീയം പറഞ്ഞു, ജഗദീഷിന്റെ രാഷ്ട്രീയം പറഞ്ഞു, പിഷാരടിയുടേത് പറഞ്ഞു, ഓരോരുത്തരുടെ മമ്മൂക്കയുടേത് പറഞ്ഞു. പക്ഷെ അവരാരും അമ്മയിൽ അങ്ങനെ രാഷ്ട്രീയവും ഇല്ല, മതവും ഇല്ല, എല്ലാരും ഒരുപോലെ. അങ്ങനെയാണ് പിന്നെ ഇന്ന് വരെ നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ മത തീവ്രവാദിയാണെന്ന് മറ്റൊരാളും വേറൊരാളെ കുറിച്ച് പറയുന്നത്? അത് കണക്ക് പ്രശ്നമാണ്. രാജിവെച്ചത് ഞങ്ങൾ കുറച്ചു പേര് അൻസിബയുടെ വിഷയമാണ് ഉയർത്തിപ്പിടിക്കുന്നത്. ഞങ്ങൾക്കറിയില്ല. ഇവിടെ അൻസിബ എന്തിന് മാപ്പ് എഴുതി കൊടുക്കണം? അൻസിബയ്ക്ക് ഒരു ദുരവസ്ഥ വന്നപ്പോഴത്തേക്ക് അത് പ്രശ്നം പരിഹരിച്ച് ഒത്തുതീർപ്പാക്കാനുള്ളതിന് ഇത് രാഷ്ട്രീയപരമായിട്ടും അതുപോലെ ഏതൊക്കെ തരത്തിലാണ് ഇത് കയറിപ്പിക്കൊണ്ടിരിക്കുന്നത്. അവസാനം ഇത് രമേശ് പിഷാരടിയുടെ തലയിൽ ആവുന്നൊരു സിറ്റുവേഷനിലാണ് ഇത് നടക്കുന്നത്. പ്രശ്നം പരിഹരിക്കാൻ പോയ ആൾ വാദി പ്രതിയാവുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ടാണ് ഇതിപ്പോൾ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ചേതാമേനോനുമായിട്ട് സംസാരിച്ച ഓഡിയോ റെക്കോർഡ് ലീക്കായി. അതിന് രമേശ് പിഷാരടി തന്നെ പറയുന്നുണ്ട്, എനിക്ക് വ്യക്തിപരമായിട്ട് അത്രയും നല്ല ഒരു പരിചയമുള്ള ഒരാൾ ആ ഒരു വോയിസ് ലീക്ക് ചെയ്തതിൽ എനിക്ക് മാനസികമായിട്ട് പേഴ്സണലി എനിക്ക് വിഷമമുണ്ടായെന്ന് രമേശ് പിഷാരടി തന്നെ പറയുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ അളിഞ്ഞ സംഘടനയ്ക്ക് വേണ്ടിയിട്ട് എന്തുകൊണ്ട് ഇതിനകത്ത് ലാലേട്ടൻ, മമ്മൂക്ക ഇവരാരും ഇടപെടുന്നില്ല? ദുൽഖർ സൽമാൻ, പൃഥ്വിരാജ്, നിവിൻ പോളി ഇവരാരും ഇതിനകത്ത് ഇടപെട്ട് കഴിഞ്ഞാൽ അവരും കൂടെ നാറും.
ലാസ്റ്റ് അവർക്കും കൂടെ സിനിമ ഇല്ലാതാവുമെന്ന് അവർക്ക് നല്ല രീതിയിൽ അറിയാവുന്നതുകൊണ്ടാണ് അവർ പോലും ഇതിനകത്ത് ഇടപെടാത്തത്. എന്തുകൊണ്ട് ഈ ഒരു AMMA മീറ്റിങ്ങിനകത്ത് ഇന്ന് വരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ പൃഥ്വിരാജ് വരുന്നത്, ദുൽഖർ സൽമാൻ വരുന്നത്, ഈ പറഞ്ഞിട്ടുള്ള നിവിൻ പോളി വരുന്നത്, ഇവരാരും വരാത്തത് എന്തുകൊണ്ടാണ്? ഇവർ മാറി നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതൊരു അളിഞ്ഞ സംഘടനയായതുകൊണ്ടാണ്. മനസ്സിലായോ? ഇതൊരു അളിഞ്ഞ സംഘടനയായതുകൊണ്ടാണ്. കുറേ അളിഞ്ഞ ടീംസുകൾ, വർഗീയവാദികൾ ഇതിനകത്ത് കയറി ഇരുന്നിട്ട് നശിപ്പിച്ച് കളഞ്ഞു. അതുകൊണ്ടാണ്. ഓക്കെ, ഇനി ഞാനിവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് രമേശ് പിഷാരടിയുടെ പ്രതികരണം ഞാൻ വെച്ച് തരാം. ഈ ഒരു ഓഡിയോ ലീക്കുമായിട്ട് ബന്ധപ്പെട്ടും അതുമാത്രമല്ല അതിനുശേഷം ഞാൻ ആ ഒരു ഓഡിയോയും കൂടെ വെച്ച് തരാം. നിങ്ങൾ നോക്കിക്കോണം. രമേശ് പിഷാരടിയെ കൊടുക്കാനെ കൊണ്ട് പാലക്കാട്ട് MLA ആയി രമേശ് പിഷാരടിയെ പാലക്കാട്ട് നിന്നും പുറത്ത് ചാടിക്കാനെ കൊണ്ട് നിൽക്കണ. ഇനി ഇത് ആരോപണം കൊണ്ടിട്ട് ജനങ്ങൾ ഇതൊരു സംസാരമാക്കിയിട്ട് അവസാനം എന്താ ഏതിലെത്തിച്ചേരുന്നറിയാം. രമേശ് പിഷാരടി രാജിവെക്കുക, അവിടം വരെ ഇത് കൊണ്ടെത്തിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. ഇതിനകത്ത് കുറേ രാഷ്ട്രീയപരമായിട്ടുള്ള കളികൾ നടക്കുന്നുണ്ട്. അതാണ് നിങ്ങളുടെ ഞാൻ പറഞ്ഞത്. രമേശ് പിഷാരടി, നിങ്ങൾ കണ്ണു അടച്ച് നിങ്ങളെ സംഘടനയിലുള്ള ആളുകളെ വിശ്വസിക്കരുത്. അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്ക് ഇതെല്ലാം മനസ്സിലാവുന്നുണ്ട്. നിങ്ങളും അരിയാഹാരം കഴിക്കുന്ന ഒരാളാണെന്ന് ഒരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് അത് നിങ്ങൾ നിയമസഭയിൽ പറഞ്ഞല്ലോ. നിയമസഭയിലെ നിങ്ങളെ പ്രസംഗങ്ങളൊക്കെ സത്യം പറഞ്ഞുകൊണ്ടല്ലോ അമ്മാതിരി രീതിയിലാണ് പ്രതിപക്ഷത്തിന് അത് ഏൽക്കുന്നത്. അവർ പ്രതിപക്ഷത്തിലിരിക്കുന്ന ആളുകൾ വരെ കൈയടിക്കുന്നുണ്ട് രമേശ് പിഷാരടിയുടെ ഈ ഒരു നിയമസഭയിലെ പ്രകടനങ്ങൾ കണ്ടിട്ട്. അപ്പം അതില്ലാതാക്കരുത്. നിങ്ങളെ ജയിപ്പിച്ചു വിട്ട ജനങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവർക്ക് വേണ്ടിയിട്ട് പാലക്കാട്ട് ഒരുപാട് ആളുകൾ ഇപ്പം ഈ കൊടും മഴയത്ത് വീട് ചുവന്നൊലിക്കുന്ന ആളുകളുണ്ട്, കയറിക്കിടക്കാടം പോലും ഇല്ലാത്ത ആളുകളുണ്ട്, സാധാരണക്കാരായിട്ടുള്ള. അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാനാണ് പോയി. അല്ലാതെ ഈ ഒരു ഉപകാരവും ഒരു മണ്ണാങ്കട്ടയില്ലാത്ത സാധാരണക്കാർക്ക് ഒരു ഉപകാരവും ഇല്ലാത്ത ഈ ഒരു AMMA എന്ന് പറയുന്ന സംഘടന, ഇവർക്ക് ലക്ഷങ്ങൾ കോടികൾ ഓരോ പരിപാടിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇവർ ഇതുവരെ ഈ ഒരു സംഘടനയുടെ പേരിൽ RCCയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിനോ ഏതെങ്കിലും ഒരു 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപ ഇവർ കൊടുത്തതായിട്ട് നമുക്കറിയാവില്ല. ഈ പൈസകൾ അവിടെ ഇട്ട് കുന്നുകൂടി അതിനകത്ത് നിന്ന് കൈയിട്ട് വാരി പുട്ടടിക്കലാണ് ഇതിനകത്ത് ഇരിക്കുന്ന ആളുകളുടെ മെയിൻ ജോലി. എന്നിട്ട് മാസം പെൻഷൻ്റെ പേരും പറഞ്ഞിട്ട് പല 10,000 അതിനകത്ത് അഭിനയിച്ചിട്ടുള്ള സീനിയർ ആയിട്ടുള്ള കുറച്ച് ആർട്ടിസ്റ്റിന് അയച്ചു കൊടുക്കും. എത്ര പേർക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്? ഇപ്പോഴും എത്ര പേർക്ക് കിട്ടാത്തതായിട്ടുള്ള, ഇവർ സഹായിക്കാത്തതായിട്ടുള്ള എത്ര ആളുകളുണ്ട്? പിന്നെ ഇതിനകത്ത് അംഗത്വം എടുക്കണമെങ്കിൽ ഒരു പരഗതിയും ഒന്നും കയറിക്കിടക്കാടം പോലും ഇല്ലാത്ത എത്ര ആർട്ടിസ്റ്റുകൾ ഇപ്പോഴും ഈ സിനിമാ മേഖലയിലുണ്ട്. അംഗത്വം എടുത്തില്ലെങ്കിൽ അവർക്കും ഒന്നുമില്ല. അംഗത്വം 2 ലക്ഷം രൂപ കൊടുത്ത് അംഗത്വം എടുത്താൽ മാത്രമാണ് മാസം അവർക്ക് പെൻഷൻ പോലും കൊടുക്കുന്നതെന്നുള്ളൊരു ഇത് കൊണ്ട് കിടക്കുന്ന ഈ ഒരു അളിഞ്ഞ സംഘടനയ്ക്ക് വേണ്ടിയിട്ട് രമേശ് പിഷാരടി നിങ്ങൾ ഇങ്ങനെ സംസാരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. ജനങ്ങളുടെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലിയൊരു സംഭവം. പാലക്കാട്ടിലെ ജനങ്ങൾ നിങ്ങളെ മത്സരിപ്പിച്ച് നിങ്ങൾ നിസ്സാരമായിട്ട് കാണരുത്. ഒരു MLA എന്ന് പറഞ്ഞെങ്കിൽ അത് വലിയൊരു പദവി തന്നെയാണ്. അത് മറന്നിട്ട് നിങ്ങൾ ഈ അളിഞ്ഞ സംഘടനയുടെ പുറകെ പോയിട്ട് അവസാനം UDFകാർക്ക് കോൺഗ്രസ്സുകാർക്ക് ചീത്തപ്പേര് ഉണ്ടാക്കി വെക്കില്ല. എനിക്ക് അതേ പറയാനുള്ളൂ. ഓക്കെ, ഇനി എന്തായാലും രമേശ് പിഷാരടിയുടെ പ്രതികരണവും കണ്ടിട്ട് ഞാൻ ആ ഒരു ഓഡിയോയും കൂടെ വെച്ച് തരാം. ലീക്ക് ഓഡിയോ. രമേശ് പിഷാരടി പോലും അറിഞ്ഞു കാണത്തില്ല. അത്രയ്ക്ക് വിശ്വസ്തതയുള്ള ആളുകളാണല്ലോ ഈ MMAയിലിരിക്കുന്ന ആളുകൾ. എന്നാലും കണ്ടു നോക്കാം. രമേശ് പിഷാരടിയുടെ മറുപടി കേട്ടിട്ട് ഞാൻ ഓഡിയോ വെച്ച് തരാം. അതുകൊണ്ട് നിങ്ങൾ കണ്ടു നോക്കാം. ഈ സ്റ്റേയുമായി ബന്ധപ്പെട്ട് ഞാനെന്ന വ്യക്തിയുടെ യാതൊരു വിഷയവുമില്ല. ഞാനൊരു സംഘടനയുടെ അഡ്വക്കറ്റ് കമ്മിറ്റിയുടെ കൺവീനറായി എനിക്ക് ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടാനോ മറ്റു കാര്യങ്ങളോ ചെയ്യാനോ ഉള്ള ഒരു അധികാരമില്ല എന്നുള്ള രീതിയിലാണ് സ്റ്റേ വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേ വരുന്ന സാഹചര്യത്തിൽ കമ്മിറ്റി പറഞ്ഞു ഞാനായി, കോടതി പറഞ്ഞു ഞാൻ മാറുന്നു. എൻ്റെ കോടതി അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് എനിക്കിതിലങ്ങനെ എൻ്റെ ഒരു ധാർമ്മിക ഉത്തരവാദിത്വം കൂടെ കണക്കിലെടുത്ത് ഇതിലങ്ങനെ കടിച്ചു തൂങ്ങണം എന്ന് എനിക്ക് യാതൊരു ആഗ്രഹവും ഇല്ലാത്തത് കൊണ്ട് ഞാനും രാജിവെക്കാം, മാറാം. ബാക്കി ചുമതലകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നടന്നു പോട്ടെ. ശ്വേതയോട്, അൻസിബയോട്, ടിനിയോട്, അവരുടെ അഡ്വക്കേറ്റുമാരോട്, മല്ലിക ചേച്ചിയോട്, ലക്ഷ്മി പ്രിയയോട് ഞാൻ ഇവരോടെല്ലാം മണിക്കൂർ കണക്കിന് സംസാരിച്ചു എന്നാണ് ഞാനെന്ന് പറഞ്ഞത്. അങ്ങനെ മണിക്കൂർ കണക്കിന് സംസാരിച്ചതിൽ ഒരു ഓഡിയോ ആണ് ഇന്ന് ലീക്ക് എന്നാണ് നിങ്ങളൊക്കെ വാക്ക് ഉപയോഗിക്കുന്നത്. ലീക്കല്ല, റിലീസാണ്. ലീക്കും റിലീസും വ്യത്യാസമുണ്ടല്ലോ. റിലീസാണ്. അതിൻ്റെ ഓഡിയോ ക്വാളിറ്റിയുടെ വ്യത്യാസം. എൻ്റെ ഫോൺ ടോണും ബാക്കി ലൈവ് ടോണും കേട്ടാൽ എവിടുന്ന ലീക്കായെന്നൊക്കെ അല്ലെങ്കിൽ റിലീസായെന്നുള്ളത് നമുക്ക് മനസ്സിലാവും.
എനിക്ക് വ്യക്തിപരമായി എൻ്റെ വ്യക്തിപരമല്ല ഈ പ്രശ്നമെന്ന് പറഞ്ഞെങ്കിലും വ്യക്തിപരമായി എനിക്ക് വലിയ സൗഹൃദം ഉണ്ടായിരുന്ന, ഞാനുമായിട്ട് കോണ്ടാക്ട് ഉണ്ടായിരുന്ന ഇനി ഉണ്ടാവുമായിരിക്കും, കാണുന്ന ഒരാളിൽ നിന്നും ആ ഓഡിയോ നമ്മളൊരു രമ്യതയിൽ എത്തിക്കാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് വർത്തമാനം പറയുന്ന അനുരഞ്ജന സംസാരങ്ങളുടെ ഓഡിയോ പുറത്തു വിട്ടതിൽ എനിക്കൊരു പേഴ്സണൽ ഇഞ്ചുറി, ഒരു വേദന ഉണ്ട്. അതാണ് എനിക്ക് ആകെ ഇതുമായി ബന്ധപ്പെട്ട് തോന്നിയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ നല്ല മണിക്കൂർ കണക്കിന് സംസാരിക്കാനാണോ ജനങ്ങളെ നിങ്ങൾ ജയിപ്പിച്ചു വിട്ടതിൻ്റെ പൊന്നുവായി? MMA വിഷയം തീർക്കാനാണോ? എന്തുകൊണ്ട് മെയിൻ അവിടെ ഈ പറഞ്ഞിട്ടുള്ള സുരേഷ് ഗോപി എന്തുകൊണ്ട് ഇടപെടുന്നില്ല ഇതിനകത്ത്? സുരേഷ് ഗോപിക്ക് അറിയാം ചീഞ്ഞളിഞ്ഞ കേസ് കെട്ടാണെന്ന്. ഗണേഷ് കുമാർ ഇത്രയും നാളും ഇടപെട്ടില്ല. ഗണേഷ് കുമാർ ഇപ്പം പോയി അതിനകത്ത് തലവയ്ക്കുന്നുണ്ട്. വേറൊന്നുമല്ല, പുള്ളിക്ക് എവിടെയെങ്കിലും ഒരു പദവി വേണം. ഇപ്പം 8 നിലയിൽ പൊട്ടിക്കൊണ്ട് മാത്രം MMA പോയി തലയിട്ട് നിൽക്കുന്നുണ്ട്. അവിടെ നിന്നൊരു കസേര പിടിക്കാനെ കൊണ്ട് ഒന്നുകിൽ സെക്രട്ടറി ആവണം, പ്രസിഡന്റ് ആവണം. ഇതൊക്കെയാണ് പുള്ളിയുടെ ഉദ്ദേശം. എവിടെയെങ്കിലും ഒന്ന് കയറിപ്പറ്റി ഇരിക്കുക, അതാണ് ഗണേഷ് കുമാർ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു രാഷ്ട്രീയം നല്ല രീതിയിലുണ്ട്. ഞാൻ പറയാതെ തന്നെ മനസ്സിലായി കാണുമെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ നോക്കിക്കോണം. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടതാണ്, ഗണേഷ് കുമാറും തൊട്ടപ്പുറത്ത് രമേശ് പിഷാരടിയും കൂടെ ഇരുന്നിട്ട് പ്രസ് മീറ്റ് നടത്തുവാണ്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ പറയേണ്ട കാര്യം, ഇതിനകത്തൊരു കട്ട രാഷ്ട്രീയമുണ്ട്. രമേശ് പിഷാരടിയെ പുറത്ത് കാണിക്കാനുള്ള എല്ലാ പരിപാടിയും നിങ്ങൾ നോക്കിക്കോ. ഗണേഷ് കുമാർ എവിടെയുണ്ടോ അവിടെ ഒരു സരിത 2 ഇറങ്ങിയിരിക്കും. ഇനി ഞാനിവിടെ ഒരു ഓഡിയോ കൂടെ വെച്ച് തരാം, അതുകൂടെ കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായിട്ടും വീഡിയോ കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വെക്കുക. അതുമാത്രമല്ല എല്ലാവരും ഹൈപ്പ് കൊടുത്ത് മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് വീഡിയോ എല്ലാം നല്ല റീച്ചിലെത്തിക്കാൻ ശ്രമിക്കുക. കാരണം ഇതുപോലുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. ഇതുപോലുള്ള കാര്യങ്ങളൊന്നും വേറെ ആരും ഇങ്ങനെ ഓപ്പണായിട്ട് സംസാരിക്കത്തില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. ഓഡിയോ കേട്ടോ? വിഷു അത് പ്രൂവ് ചെയ്യാൻ എൻ്റെ അടുത്ത് ഒരുപാട് വീഡിയോസ് ഉണ്ട്. എന്ത് പ്രൂവ് ചെയ്യാൻ? നമ്മുടെ ജനറൽ ബോഡി വീഡിയോസ്, എങ്ങനത്തെ വാക്കുകൾ പറഞ്ഞുന്ന്. ഒരു സ്ത്രീ തനിച്ചൊരു സ്റ്റേജിൽ 6-7 മണിക്കൂർ ഈ മറ്റേ നമ്മളെ അശ്ലീല വാക്കുകൾ ബാബുരാജ്, ഇടവേള ബാബുവും, സിദ്ദിഖയും, മറ്റേ സുരേഷ് കൃഷ്ണയും, മറ്റേ സാദിക്ക, പിന്നെ ഞാൻ പറഞ്ഞുതരാം അപ്പാ ഹാജ, പിന്നെ മജീദ് ക, പിന്നെ ആരാണ് മാല പാർവതി, മായ വിശ്വനാഥ്, എല്ലാരും പറയണ കാര്യങ്ങളെല്ലാം അത്ര ക്ലിയർ ആയ ഓഡിയോസും വീഡിയോസും ഉണ്ട് എന്റെ അടുത്ത്. മീറ്റിംഗ് തുടങ്ങണേന് മുമ്പേ തന്നെ ബാബുരാജേട്ടൻ തുടങ്ങി. മീറ്റിംഗ് തുടങ്ങണേന് മുമ്പേ അതൊക്കെ ഒന്നുമില്ല. ഇത് ആവശ്യം നമുക്ക് ഇതിനൊന്നും നമ്മള് ജനറൽ ബോഡി അംഗീകരിക്കൂല. ആദ്യം തന്നെ തുടങ്ങി. പിന്നെ ബാബുരാജേട്ടന്റെ ഓരോ വാക്കുകള്, സിദ്ദിഖാന്റെ ഓരോരോ വാക്കുകള് സ്ത്രീകൾക്ക് ഒച്ച ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു സ്ഥാപനമായി മാറിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇത്രയും ദിവസമായിട്ട് മിണ്ടായിരിക്കുന്നത് പിഷു ഓൺലി ആൻഡ് ഓൺലി ഫോർ അമ്മ അസോസിയേഷൻ. ഈ പറയുന്ന കാര്യം ഇവര് സോഷ്യലി ഡൈവേർട്ട് ചെയ്തു. സ്ത്രീകൾക്ക് ഇനി മിണ്ടാൻ പറ്റുമെന്ന് ചോദിക്കുന്ന സ്ഥലത്ത് ഉണ്ടാക്കുന്നത് സ്ത്രീകളായി പോയി. നമ്മുടെ വിധി ആലോചിക്കണം. നീനാക്കുറുപ്പ്, ലക്ഷ്മിപ്രിയ, അൻസിബ, മറ്റേ മൂക്കുട്ടിയുടെ പൊക്കമുള്ള പെണ്ണ്, ഇവര് തുടങ്ങി. പൊതുജനങ്ങളുടെ അഭിപ്രായം എന്താ? സ്ത്രീ വന്നപ്പോൾ എല്ലാം പോയി എന്നുള്ളതായില്ലേ? ഞങ്ങൾ പഴയ കമ്മിറ്റിക്ക് തിരിച്ചു കൊടുക്കുമെന്ന് പറയാൻ പറ്റില്ല. കാരണം ജനറൽ ബോഡിക്ക് ചെയ്യാനുള്ള അധികാരമുള്ളൂ. അമ്മയുടെ ബൈലോ പ്രകാരം ജനറൽ ബോഡിക്ക് അഡ്ഹോക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നാണോ നിങ്ങൾ പറയുന്നത്? പ്രീവിയസ് അഡ്ഹോക്ക് അവര് 8-10 മാസം അവര് അതേ കമ്മിറ്റിയാണ് മുന്നോട്ട് കൊണ്ടുപോയത്. ആണുങ്ങള് മറ്റേ ലാലേട്ടൻ ഉണ്ടായിരുന്ന കമ്മിറ്റി അഡ്ഹോക്ക് ആയപ്പോ റൂള് വേറെ, സ്ത്രീകൾ അഡ്ഹോക്ക് ആയപ്പോ റൂള് വേറെ. അപ്പൊ നിങ്ങൾ പറയൂ, ഒരു കമ്മിറ്റിക്ക് ഒരു റൂള്, വേറെ കമ്മിറ്റിക്ക് വേറെ റൂളാണോ? സഞ്ജീവനി തുടങ്ങാനുള്ള അധികാരം അഡ്വോക്ക് കമ്മിറ്റിക്കില്ല.